ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ടിക്ക മസാല. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഫിഷ് ടിക്ക മസാല. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബോൺലെസ് ഫിഷ് 1 കിലോഗ്രാം, ജീരകപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കാഷ്യൂ പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ, കട്ടത്തൈര് 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 വലുത്, ടൊമാറ്റോ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം, തിളപ്പിച്ച വെള്ളം 1/4 കപ്പ്, വെളിച്ചെണ്ണ 3.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ലെമൺ ജ്യൂസ്, കട്ടത്തൈര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദശക്കട്ടിയുള്ള ബോൺലെസ് ഫിഷാണ് ഫിഷ് ടിക്ക മസാല തയ്യാറാക്കാൻ നല്ലത്. കിങ് ഫിഷോ ആവോലിയോ പോലുള്ള ഫിഷാണ് ഇതിന് നല്ലത്. ഫിഷിൽ മസാല നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇതിലോട്ടിനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതിനെ കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഷാലോ ഫ്രൈ ചെയ്യണം. ഇതിനു വേണ്ടി ചുവട് കെട്ടിയുള്ള ഒരു സ്കില്ലറ്റിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നായി ഇതുപോലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള ഫിഷും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നതിന് പകരം ഓവനിൽ വെച്ചും ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഫിഷാണ്. ഇനി നമുക്ക്
ഫിഷ് ടിക്ക മസാലയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. കേരള സ്റ്റൈലിലായതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പുമിട്ട് വഴറ്റുക. ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി പകുതി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയിട്ട് വഴറ്റുക. ഉള്ളി നന്നായിട്ടിപ്പോൾ വഴന്നിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മസാലപ്പൊടികൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് വഴറ്റുക. ടൊമാറ്റോ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3/4 കപ്പ് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം സോൾട്ട് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസുകൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ മസാല ഫിഷ് പീസുകളിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇതിലോട്ടിനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക.
നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കുറച്ച് മല്ലിയിലയും തിന്നായിട്ട് കട്ട് ചെയ്ത പച്ചമുളകും വിതറി ഗാർണിഷ് ചെയ്ത് ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള അടിപൊളി ഫിഷ് ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.